ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിലെ ആദ്യത്തെ ഭാഗമായതും അതുപോലെ തന്നെ +1 സുവോളജി ചാപ്റ്റർ 1 ആയിട്ടുള്ള ലിവിങ് വേൾഡ്, ജീവനുള്ളവയുടെ ലോകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ 4 ഡിവൈഡ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്, ക്ലാസിഫിക്കേഷൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടാക്സോണമിക് എയ്ഡ്സ്. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തേലേക്ക് കിടക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ്സ്. നമ്മൾ ഒരു ജീവിക്ക് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന് ജീവൻ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? അതിൽ പ്രധാനമായിട്ട് കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് നോക്കാം. ലിവിങ് തിങ്സിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും അല്ലേ? പക്ഷെ നമുക്കതിനെ ഒരു 7 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആക്കിയിട്ട്, മെയിൻ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് നമുക്കത് എടുക്കാം. അതൊക്കെയാണ് ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, മൂവ്മെൻറ്റ്, എക്സ്ക്രീഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി. ഫസ്റ്റ് വൺ, ന്യൂട്രീഷൻ. അതായത് ലിവിങ് തിങ്സ് എല്ലാ ആൾക്കാരും, എല്ലാ ലിവിങ് ഓർഗാനിസംസും അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് മെറ്റീരിയൽസ് ഉള്ളിലേക്ക് എടുക്കും, ഇൻടേക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് എനർജിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസിനെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ എനർജി ആൻഡ് റോ മെറ്റീരിയൽസ് ഫ്രം ന്യൂട്രിയൻസ് സച്ച് ആസ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് എക്സെട്ര. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ന്യൂട്രീഷൻ. അപ്പോൾ ലിവിങ് തിങ്സിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ന്യൂട്രീഷനുള്ള കപ്പാസിറ്റി. നെക്സ്റ്റ് വൺ, റെസ്പിറേഷൻ. എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. അപ്പോൾ ഈ ലിവിങ് തിങ്സ് ഉള്ളിലേക്ക് എടുത്ത ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ ഓരോ സെൽസിൽ നിന്നും സെല്ലുലാർ റെസ്പിറേഷൻ വഴി എനർജി റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സും ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. നെക്സ്റ്റ്, മൂവ്മെൻറ്റ്. എല്ലാ ലിവിങ് ഓർഗാനിസംസും മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ട്രീസ് മൂവ് ചെയ്യുന്നുണ്ടോ? ഹെർബ്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടോ? അതെ, അവർക്കും മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ മൂവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓർഗാനിസംസ്, ഒരു റാബിറ്റ് മൂവ് ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരു ട്രീ മൂവ് ചെയ്യുന്നത് കണക്കാക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ ട്രീസും മൂവ് ചെയ്യുന്നുണ്ട്. ട്രീസും എന്താണ്? ലിവിങ് ആണ്. നെക്സ്റ്റ്, എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മെറ്റബോളിസം ഉൾപ്പെടുത്താം. മെറ്റബോളിസം നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിരിക്കും എക്സ്ക്രീഷനിലൂടെ റിമൂവ് ചെയ്ത് കളയുന്നത്. അതായത് റിമൂവൽ ഓഫ് ദ ടോക്സിക് മെറ്റീരിയൽസ്, വേസ്റ്റ് പ്രൊഡക്ട്സ്, അതിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്നൊരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഒരുപാട് തരത്തിലുള്ള മെറ്റബോളിക് പ്രോസസ്സുകൾ ഓരോ ലിവിങ് ഓർഗാനിസംസിലും നടക്കുന്നുണ്ട്. ഈ മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആനബോളിസം വരും, കാറ്റബോളിസം വരും, ബ്രേക്ക് ഡൗൺ പ്രോസസ്സും വരും, ഉണ്ടാക്കുന്ന പ്രോസസ്സും വരും അല്ലേ? ഈ 2 പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും, ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും, ബൈ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സ്ക്രീഷൻ. അപ്പോൾ നമ്മൾ 4 പഠിച്ചില്ലേ? ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, മൂവ്മെൻറ്റ്, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ഇനി ഒരു 3 കൂടിയുണ്ട്. അവയാണ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, സെൻസിറ്റിവിറ്റി. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും ലിവിങ് തിങ്സും ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് സെൽ നമ്പർ കൂടുന്നതാവാം, സെല്ലിൻ്റെ സൈസ് കൂടുന്നതാവാം. ഈ 2 തരത്തിലുള്ള ഗ്രോത്തും നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത് ഒരു മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും അതിൻ്റെ ഓസ്പ്രിങ്സിന് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ പാരൻസിനോട് സിമിലാരിറ്റി കാണിക്കുന്ന ഓസ്പ്രിങ്സിന് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് റീപ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദ ലാസ്റ്റ് വൺ, സെൻസിറ്റിവിറ്റി. അതായത് ലിവിങ് ഓർഗാനിസത്തിന് അതിൻ്റെ സറൗണ്ടിങ് ചുറ്റുപാടിനെ മറ്റും സെൻസ് ചെയ്യാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചുറ്റുമുള്ള ലൈറ്റ് ആയാലും ഗ്രാവിറ്റി, ടെമ്പറേച്ചർ, മറ്റെന്തെങ്കിലും കെമിക്കൽ എൻവയോൺമെൻറ്റ്, വാട്ടർ, അങ്ങനെ ഏത് കാര്യത്തിനായാലും സെൻസ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ 7 മെയിനായിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് തിങ്സ് പറയാനുള്ളത്. ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, മൂവ്മെൻറ്റ്, എക്സ്ക്രീഷൻ, ഗ്രോത്ത്,
റീപ്രൊഡക്ഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ അഥവാ തരംതിരിക്കൽ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും തരംതിരിച്ച് വെക്കുന്നത്? ഏത് കാര്യമായാലും എന്തിനായിരിക്കും തരംതിരിക്കുന്നത്? സിമ്പിളായിട്ട് നോക്കാം. നമ്മളൊരു ലൈബ്രറി കയറി, നമുക്ക് വേണ്ടതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അവിടെ ഒരുപാട് ബുക്സ് നിരത്തി വെച്ചിട്ടുണ്ട്, കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ നിന്നൊരു ഷോർട്ട് സ്റ്റോറി വേണ്ടത് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതിന് പകരം എല്ലാം അടുക്കി പറക്കി വെച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതായത് ഒരു സൈഡിൽ ഷോർട്ട് സ്റ്റോറി, ഒരു സൈഡിൽ നോവൽ, ഒരു സൈഡിൽ ആത്മകഥയുണ്ട്, ജീവചരിത്രമുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കില്ലേ കുറച്ചും കൂടി കാര്യങ്ങൾ. അപ്പോൾ എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവുക, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. എന്തിനാണെന്ന് വെച്ചാൽ ഇനിയൊരു പുതിയൊരു ജീവിനെ കണ്ടാൽ പെട്ടെന്ന് നമുക്കതിനെ ഏത് ഗ്രൂപ്പിലാണ് ഇൻവോൾവ് ചെയ്യിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏറ്റവും ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനായിരിക്കും ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുക, പെട്ടെന്ന് നമുക്കൊരു മാമൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരിക? നിറയെ ബോഡി ഹെയേഴ്സൊക്കെയുള്ള, എക്സ്റ്റേണൽ ഇയറൊക്കെയുള്ള ഒരു ജീവി അല്ലേ, മാമൽ എന്ന് പറയുമ്പോൾ ഓർക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കാറ്റഗറി പറയുമ്പോൾ നമുക്ക് ആ കാറ്റഗറിയുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിൽ കിട്ടണം. അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അത്തരം ക്യാരക്ടേഴ്സ് ആയിരിക്കും ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റെപ്പല്ല, പെട്ടെന്ന് അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് വെക്കലല്ല. അതിന് പകരം ഹൈറാർക്കി ഓഫ് സ്റ്റെപ്സ് ഉണ്ടാവും. അതായത് കുറേ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ്, അതുപോലെയുള്ള കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാകും. പിന്നെ അതിൻ്റെ ഒക്കെ ക്യാരക്ടേഴ്സ്, കോമൺ ക്യാരക്ടേഴ്സ്, ഡിസിമിലാരിറ്റീസ് ഒക്കെ നോക്കിയിട്ട് വേറൊരു ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഓരോ ഹൈറാർക്കി, ഓരോ ലെവൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഓരോ സ്റ്റെപ്പിനെയും ഓരോ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാങ്ക് എന്ന് പറയും, അല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയും. അതായത് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത് ഈ ഓരോ കാറ്റഗറിയുടെയും ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റാണ്, ഒരു ലെവൽ ബേസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. നമ്മുടെ ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഇതിൽ നമുക്ക് 7 സ്റ്റെപ്സ്, 7 റാങ്കാണുള്ളത്. ഈ റാങ്കിനെ തന്നെയാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അതുപോലെ ടാക്സ എന്ന് പറയുന്നത്, ടാക്സ ഒരു സിംഗുലർ ആയിട്ട് ടാക്സോൺ എന്ന് പറയും. ടാക്സ എന്ന് പറയുന്നത് അതിൻ്റെ പ്ലൂരൽ ഫോം. അപ്പോൾ 7 എണ്ണമാണുള്ളത്, 7 ടാക്സയാണുള്ളത് ഈ ടാക്സോണമിക് ഹൈറാർക്കിയിൽ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിങ്ങനെ തന്നെ പഠിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓർഡറിൽ പഠിച്ച് വെച്ചാലും മതി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബേസിക്കായിട്ടുള്ള, ഏറ്റവും സിമിലാരിറ്റി ഉള്ള ആൾക്കാരുടെ ഗ്രൂപ്പാണ് ഏത്? സ്പീഷീസ്. ഇനി ഒരുപോലെയുള്ള കുറച്ച് സ്പീഷീസ് ചേർന്നതായിരിക്കും എന്ത്? ജീനസ്. അതുപോലെ ഓരോ സ്റ്റെപ്പ് വരിക, കുറേ ജീനസ്, കുറേ സിമിലർ ക്യാരക്ടേഴ്സുള്ള റിലേറ്റഡ് ജീനസ് ചേർന്നതായിരിക്കും ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കുറച്ച് ഫാമിലീസ്, കുറച്ച് ഗ്രൂപ്പ്സ്, സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്നവർ ചേർന്നായിരിക്കും ഒരു ഓർഡർ. സിമിലർ ഓർഡേഴ്സ് ചേർന്നായിരിക്കും ഒരു ക്ലാസ്. സിമിലർ ക്ലാസ്സസ് ചേർന്നതായിരിക്കും ഒരു ഫൈലം. അതുപോലെ സിമിലറായിട്ടുള്ള ഫൈലംസ് ചേർന്നതായിരിക്കും കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഏറ്റവും ഹയർ കാറ്റഗറി എന്ന് പറയുന്നത് കിങ്ഡം ആയിരിക്കും. ഇനി ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ ഒരു മെയിൻ ടോപ്പിക്കാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ആദ്യം നമുക്ക് നോമൻക്ലേച്ചർ എന്താണെന്ന് അറിയണം. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ പേരിടൽ. അതായത് നമുക്ക് ലോക്കലായിട്ടുള്ള നെയിംസും ഉണ്ടാവും, സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിംസും ഉണ്ടാവും. ലോക്കൽ നെയിംസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മളെ മരച്ചീനിയില്ലേ, മരച്ചീനി നമ്മളെന്താ പറയുക, കപ്പ എന്ന് പറയും, കൊള്ളി എന്ന് പറയും, കപ്പക്കിഴങ്ങ്, മരച്ചീനി എന്ന് പറയുന്നവരുണ്ട് അല്ലേ. പക്ഷേ ഇതേ സാധനം നമുക്ക് പല സ്ഥലത്ത് പല പേരിലാകുമ്പോൾ പേര് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതേ സാധനം സയൻറ്റിഫിക് നെയിമായിട്ടുള്ള മാനിഹോട്ട് എസ്കുലൻഡ എന്ന് പറഞ്ഞാലോ, ആ ഒറ്റ സാധനം മാത്രമല്ലേ ഉള്ളൂ ലോകത്ത് എവിടെ പോയാലും.
അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു നെയിം വേണം അല്ലേ, ലോക്കൽ നെയിമിന് പുറമെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു നെയിം വേണം. അതാണ് സയൻറ്റിഫിക്. അപ്പോൾ ഈ സയൻറ്റിഫിക് നോമൻക്ലേച്ചർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചറാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചറിനെയാണ് നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് കാൾ ലിനേയസ് എന്ന് പറയുന്നത്. അപ്പോൾ കാൾ ലിനേയസ് കൊണ്ടുവന്ന ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ബൈനോമിയൽ അതായത് 2 പേരുണ്ടാവും. ഏതൊരു ഓർഗാനിസത്തിനും 2 പേര് വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹോമോസാപ്പിയൻസ്, അതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിം ആയിരിക്കും, സ്പീഷീസ് നെയിം ആയിരിക്കും സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോ ജീനസ് നെയിമും സാപ്പിയൻസ് സ്പീഷീസ് നെയിമും. അതായത് ആദ്യം ജീനസ് നെയിം എഴുതും, അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് സ്പീഷീസ് നെയിം എഴുതും. ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, സ്പീഷീസിൻ്റെത് ക്യാപിറ്റൽ ലെറ്റർ അല്ല സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഈ 2 വേർഡ്സും നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യും. അതുപോലെ ഇറ്റാലിക്സിലായിരിക്കും ടൈപ്പ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ്, ഈ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ സയൻറ്റിഫിക് നെയിം ഇട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന് സാധിക്കുന്ന 2 യൂണിറ്റുകളാണ് ICBNും ICZNും, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അതുപോലെ ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഈ 2 യൂണിറ്റുകളാണ് ഇത്തരത്തിലുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ നടത്തുന്നത്. അപ്പോൾ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാ? കാൾ ലിനേയസ്. ഇനി ഇതിലെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള ടാക്സോണമിക് എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സപ്പോർട്ട് ചെയ്യുന്നത് ഹെൽപ്പിംഗ് ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുക. അപ്പോൾ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ടാക്സോണമി പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ, അതിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പായി വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് എയ്ഡ്സ്. ഓക്കെ, ഈ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 തരത്തിലാണ് വരിക. ലൈവ് സ്പെസിമെൻസും ഉണ്ടാകും, പ്രിസർവ്ഡ് ആയിട്ടുള്ള സ്പെസിമെൻസും ഉണ്ടാവും. പ്രിസർവ്ഡ് പറയുമ്പോൾ അത് ഡ്രൈ ആയിരിക്കാം, എന്തെങ്കിലും തരത്തിൽ പ്രിസർവ് ചെയ്തിട്ടുള്ളതും ആയിരിക്കാം. ഇനി ഈ ലൈവ് സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ അതിലേതൊക്കെ വരും? ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്. ഓക്കെ, അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഫീൽഡ് ട്രിപ്പൊക്കെ നടത്തില്ലേ, ഗാർഡൻസ് മറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഫീൽഡിൽ പോയി അറിയാൻ വേണ്ടി, അതിൻ്റെ എക്കോസിസ്റ്റം, അതിൻ്റെ എൻവയോൺമെൻറ്റ്, സറൗണ്ടിങ്സ്, ഗ്രോത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ മെയിനായിട്ടുള്ള ഒരു ടാക്സോണമിക് എയ്ഡാണ്. അതിൽ ഓരോ ട്രീസിനും ഓരോ ഹെർബ്സിനും മറ്റും അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടുള്ള നെയിം ബോർഡ്സ് ഉണ്ടാവും. അതിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ ഫാമിലിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ സുവോളജിക്കൽ പാർക്ക്, സിമ്പിളായിട്ട് പറയുമ്പോൾ സൂവിൽ ഉണ്ടാവുക? ആനിമൽസിനെ നമ്മൾ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ വളർത്തുന്നുണ്ടാവും. അതുപോലെ അതിനെ ബ്രീഡ് ചെയ്യാൻ അനുവദിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവും. അതുപോലെ നാച്ചുറൽ ഹാബിറ്റാറ്റിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ കാര്യം ഓർത്ത് വയ്ക്കാം. ഇനി പ്രിസർവ്ഡ് ആയിട്ടുള്ള സ്പെസിമെൻസ് ഉണ്ടാവും. അത് ഹെർബേറിയം ആയിട്ടുണ്ടാവും, മ്യൂസിയം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ ഹെർബേറിയം എന്ന് പറയുന്നത് നമ്മൾ കോളേജിലൊക്കെ ചെയ്യുന്നതല്ലേ, ഒരു ഹെർബേറിയം ഷീറ്റ് നമ്മൾ കളക്ട് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്തിട്ടായിരിക്കും അതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ പേര്, അത് കളക്ട് ചെയ്ത ആളുടെ പേര്, ഡേറ്റ്, ലൊക്കാലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ മ്യൂസിയം എന്ന് പറയുമ്പോൾ അത് സ്റ്റഫ്ഡ് സ്പെസിമെൻസ് ഉണ്ടാവാം, സ്കെൽട്ടൺ ഉണ്ടാവാം, മറ്റ് ആൽക്കഹോളിലും മറ്റും പ്രിസർവ് ചെയ്തത് വലിയ ജാറിലൊക്കെ ആക്കി വെച്ചതുണ്ടാവും. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള സ്പെസിമെൻസും ഇതിലുണ്ടാവും, മ്യൂസിയത്തിലുണ്ടാവും. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഹെർബേറിയം മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹെർബേറിയം എന്ന് പറയുന്നത് ക്യൂയിലാണുള്ളത്. വേൾഡ് ലാർജസ്റ്റ് ഹെർബേറിയം എന്ന് പറയുന്നത് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്യൂയിലുള്ള റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണുള്ളത്. അതുപോലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനും അത് തന്നെയാണ്. ഇനി ഇന്ത്യയിലാണെങ്കിൽ ലാർജസ്റ്റ് ഹെർബേറിയം എന്ന് പറയുന്നത് നാഷണൽ ഹെർബേറിയം കൊൽക്കത്ത,